ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി നടത്തുന്ന സയന്റിഫിക് ഓഫീസർ എക്സാമിന്റെ കൺഫർമേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അല്ലെ. ഏകദേശം നവംബറിലാണ് എല്ലാ സബ്ജക്റ്റിന്റെയും സയന്റിഫിക് ഓഫീസറുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സയന്റിഫിക് ഓഫീസറുടെ കൺഫർമേഷൻ ഡേറ്റ്, അതായത് പരീക്ഷ നടക്കാൻ പോകുന്ന ഡേറ്റ് നവംബറിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ മുമ്പിൽ ഒരു 2 മാസം സമയമുണ്ട്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും സമയം നമ്മുടെ മുമ്പിലുണ്ട്. വാസ്റ്റ് സിലബസ് ആണെങ്കിൽ പോലും അസിസ്റ്റന്റ് പ്രൊഫസറുടെ അതേ സിലബസ് തന്നെയാണ് കെമിസ്ട്രിക്കുള്ളത്. അത്രയും വലിയ ഡെപ്തിലുള്ള സിലബസ് ആണെങ്കിൽ പോലും നമ്മളൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനല്ല തയ്യാറെടുക്കുന്നത്, MCQ എക്സാമിനാണ് തയ്യാറെടുക്കുന്നത്. അതൊരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സിലബസ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്മാർട്ട് വർക്കിലൂടെ വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലെത്തി ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. ഗസറ്റഡ് പോസ്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇനിയും മടിയൊന്നുമില്ലാതെ, ഇതുവരെ ഉണ്ടായിരുന്ന മടിയും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾ മാറ്റിവെച്ചേക്ക്. ഇനിയുമുള്ള 2 മാസം നല്ല രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സയന്റിഫിക് ഓഫീസറുടെ എക്സാം ഡേറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. കെമിസ്ട്രിയുടെ 633/2023 എക്സാം ഡേറ്റ് നവംബർ 21-നാണ്. കൺഫർമേഷൻ 23 ഓഗസ്റ്റ് മുതൽ 11 നവംബർ വരെ സമയമുണ്ട്. ഫിസിക്സിന്റെ 636/2023 കൺഫർമേഷൻ ഡേറ്റ് സെയിം തന്നെയാണ്. 23 മുതൽ 11 സെപ്റ്റംബർ വരെയാണ്. ഓക്കെ, കൺഫർമേഷൻ ഡേറ്റ് 23 ഓഗസ്റ്റ് മുതൽ 11 സെപ്റ്റംബർ വരെ. ദെൻ എക്സാം ഡേറ്റ് ഫിസിക്സിൻ്റെത് 29-ാം തീയതിയാണ്. അതുപോലെ ബയോളജിയുടേത് 634/2023 എക്സാം ഡേറ്റ് നവംബർ 12-ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക. അതിനാരും വൈകാതെ ഇരിക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു 2 month സ്റ്റഡി പ്ലാനുമായിട്ടാണ്. എങ്ങനെ ഒരു 60 ദിവസം കൊണ്ട് ഈ ഒരു വാസ്റ്റ് സിലബസ് പഠിച്ചുകൊണ്ട്, സിലബസും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാമെന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം അറിയിച്ചോട്ടെ, കേരള PSC സയന്റിഫിക് ഓഫീസറുടെ ക്രാഷ് കോഴ്സ് ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ റെഗുലർ കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കൺഫർമേഷൻ വന്നതിന്റെ ഭാഗമായിട്ട് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ക്ലാസ്സുകൾ ഓഗസ്റ്റ് 28 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം, ഡെമോ എക്സാമും അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ ഫീ ആണ് നമ്മളുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് വിത്ത് ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, അഫോർഡബിൾ ഫീസ്, അതാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ്. ഡെമോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ടാവും. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങളുടെ ഇഷ്ടാനുസൃതം നിങ്ങൾക്ക് ക്ലാസ് കയറി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. PDF നോട്ടുകളും വീക്ക്ലി എക്സാംസും മോഡൽ ക്വസ്റ്റ്യൻസും എക്സാംസും എല്ലാം ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടും. ലൈവ് എക്സാംസ്, ലൈവ് റിവിഷൻസ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ്, ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണോ ആ ആളോട് നിങ്ങൾക്ക് പേഴ്സണലി വാട്സപ്പിലൂടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് നടത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കെമിസ്ട്രിയോടൊപ്പം തന്നെ ഫിസിക്സ്, ബയോളജിക്കും നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കെമിസ്ട്രിയുടെ PSC സയന്റിഫിക് ഓഫീസർ എക്സാമിന്റെ സിലബസ് എങ്ങനെ 2 മാസം കൊണ്ട് ഒരു സ്റ്റഡി പ്ലാനിലൂടെ തയ്യാറെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞോട്ടെ, ആ ഒരു വൈറ്റ് സിലബസിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാനായിട്ട് നിന്നാൽ നമുക്കൊരു സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള വേ അല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കോർ ഏരിയാസ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും വരുന്ന കോർ ഏരിയാസ് ആദ്യമേ തന്നെ പഠിച്ച് ഒരു സെറ്റ് ആക്കുക, ഒരു ബേസ് ലെവൽ ആക്കുക. അതിനുശേഷം സമയമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഡ്രൈ ഏരിയാസ് നോക്കുക. ആ ഡ്രൈ ഏരിയാസിൽ നിന്ന് ഒരു മാർക്കൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ കോർ ഏരിയാസ്, എപ്പോഴും കോർ ഏരിയാസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അത് കളയാതെ അതാദ്യമേ ഒരു ബേസ്മെന്റ് റെഡി ആക്കിയിട്ട് ബാക്കി ഏരിയാസിലേക്ക് കടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്.
അതിൽ ആദ്യത്തെ 15 ദിവസം നിങ്ങൾക്ക് ഇനോർഗാനിക് ആണ് പാടെങ്കിൽ ഇനോർഗാനിക് എടുക്കുക, ഓർഗാനിക് ആണ് പാടെങ്കിൽ അത് എടുക്കുക. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ ദിവസ പ്ലാൻ ആണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 15 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ആദ്യത്തെ 15 ദിവസം ടോസ് അക്കാഡമിയുടെ ഒരു പ്രകാരം ഇനോർഗാനിക്കിന് അലോട്ട് ചെയ്യുക. ഇനോർഗാനിക്കിൽ കോർഡിനേഷൻ, ഓർഗാനോമെറ്റാലിക്സ്, എഫ് ബ്ലോക്ക്, ബയോ ഇനോർഗാനിക്, ക്ലസ്റ്റേഴ്സ്, ബൊറൈൻസ്, സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്, ഐസോപോളി ഹെട്രോപോളി ആസിഡ്, ഗ്ലാസ്, ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഡെപ്തിൽ തന്നെ പോവുക. ഡെപ്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെപ്തിലേക്ക് ഇനി ഇറങ്ങാൻ ഒരു സമയമില്ല. അപ്പൊ 15 ദിവസം കൊണ്ട് അത്യാവശ്യം പ്രധാനപ്പെട്ട പോർഷൻസ് നോക്കുന്ന രീതിയിൽ ഒരു അനാലിസിസ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. കോർഡിനേഷനിൽ ഓർഗൽ ഡയഗ്രാംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാസ്റ്റ് എക്സാമിന് അവിടെ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഐസോമറിസം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇമ്പോർട്ടന്റ് ആണ്. ജോൺ ടല്ലാർ ഡിസ്റ്റോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനോമെറ്റാലിക്സിലെ കറ്റാലിസിസ് യൂസിംഗ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ചോദ്യം വന്നിട്ടുണ്ട്, ചോദിക്കും. ദെൻ ഓർഗാനോമെറ്റാലിക്സിലെ 18 ഇലക്ട്രോൺ റൂൾ, നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ചോദിച്ചിട്ടുണ്ട്. എഫ് ബ്ലോക്കിലെ ലാന്തനൈറ്റ്സിന്റെ ജനറൽ കെമിസ്ട്രി ചോദിച്ചിട്ടുണ്ട്. ബയോ ഇനോർഗാനിക്കിന്റെ വേരിയസ് ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ക്ലസ്റ്റേഴ്സിൽ സ്റ്റിക്സ് റൂൾ അപ്ലൈ ചെയ്യുക. ക്ലോസോനിഡോ അറാക്നോ ആണോ എന്ന് അറിയുക. റീനിയം കോമ്പൗണ്ടിന്റെ ക്വാഡ്രപ്ലോർ ബോണ്ടുള്ള കോംപ്ലക്സ് ആണ് Re2Cli2-. ആ കോമ്പൗണ്ടിനെ ഡെപ്തിൽ പഠിക്കുക. സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് SNX കുറിച്ച് പഠിക്കുക. ഐസോപോളി ഹെട്രോപോളി ആസിഡ്സിൽ ആ ഒരു മോളിബ്ഡേറ്റ് കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കുക. ഗ്ലാസ്, പലതരം ഗ്ലാസ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ 15 ദിവസം കൊണ്ട് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനോർഗാനിക് കെമിസ്ട്രി ബൈ കുര്യൻ ശർമ്മ നല്ലൊരു റെഫറൻസ് ആയിരിക്കും. കൂഹി ഇനോർഗാനിക് കെമിസ്ട്രിക്കും നല്ലൊരു റെഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനോർഗാനിക് 15 ദിവസം കൊണ്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ഫിസിക്കലിലാണ്. അടുത്ത 15 ദിവസം തെർമോഡൈനാമിക്സിൽ നിന്ന് കഴിഞ്ഞ തവണ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മാക്സ്വൽ റിലേഷൻസ് അല്ലാതെയുള്ള കുറെ റിലേഷൻസ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നിന്നും ബോസോൺസിന്റെ ഒക്കെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോളിഡ് സ്റ്റേറ്റിന്റെ BCC ലാറ്റിസ് എങ്ങനെ, FCC ലാറ്റിസ് എങ്ങനെ വരും, അവിടെ ആ HKL വാല്യൂ എങ്ങനെ വരും, അങ്ങനത്തെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്വാണ്ടം മെക്കാനിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും 1D ബോക്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗ്രൂപ്പ് തിയറിക്ക് പോയിന്റ് ഗ്രൂപ്പ്സ്, പ്രോബ്ലമാറ്റിക് സൈഡ് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കുന്നത്, അതുപോലെ റാമൻ ആക്റ്റീവ് ആണോ IR ആക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓർക്കുക, G വരുന്ന റെപ്രസെന്റേഷനിൽ G വന്നാൽ രാമനെ നമ്മൾ രാമൻ G എന്ന് വിളിക്കുന്ന പോലെ G വരുന്ന റെപ്രസെന്റേഷൻ എപ്പോഴും രാമൻ ആക്റ്റീവ് ആയിരിക്കും. G ഇല്ലാത്ത U രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകളും ഷോർട്ട് കട്ടിലും കാര്യങ്ങളിലും പഠിക്കുക. ഇൻവേഴ്സ് എലമെന്റ്സ് പഠിക്കുക. അഡ്സോർപ്ഷൻ ആൻഡ് കൊളോയിഡ്സ് ഒക്കെ ഒരു +2 ലെവലിൽ തന്നെ മതിയാവും. കെമിക്കൽ ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രി നോക്കുക. അതുപോലെ ഹാമറ്റ് പ്ലോട്ട് ഇപ്പൊ പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, ഹാമറ്റ് പ്ലോട്ട് ഒന്നും കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഫിസിക്കൽ കെമിസ്ട്രി ക്ലാസിഫൈ ചെയ്തു പോകാൻ അല്ലെങ്കിൽ പഠിച്ചു പോകാൻ നിങ്ങളൊരു 15 ദിവസം അലോട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു മാസത്തില് ഫിസിക്കലും ഇനോർഗാനിക്കും അത്യാവശ്യം റെഡിയാക്കുക. അതല്ല ഓർഗാനിക് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഒരു മാസം കൊണ്ട് 2 ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യുക. ദെൻ വരുന്നത് ഓർഗാനിക് ആണ്. ഓർഗാനിക്കിൽ നെയിംഡ് റിയാക്ഷൻസ് കുറെ ഉണ്ട്. നെയിംഡ് റിയാക്ഷൻസിൽ പ്രധാനമായിട്ടും അറിയേണ്ടത് പ്രോഡക്റ്റ് എന്ത്, റിയാക്ടന്റ് എന്ത്, റിയേജന്റ് എന്ത് എന്ന് അറിയുക. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ 6 മെസ്സും കണ്ടുപിടിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്, ഇത്തവണയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോട്ടോ കെമിസ്ട്രിയിൽ നിന്ന് ബാട്ടൺ റിയാക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോറിഷ് ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്. പെരിസൈക്ലിക്കിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷനിൽ നിന്നും സൈക്ലോഡീഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഓർഗാനിക് പാടുള്ളവർ വേണമെങ്കിൽ ഇനോർഗാനിക് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ അവിടെ ഒരു 10 ദിവസം ആക്കിയിട്ട് അവിടെ നിന്ന് ഒരു 5 ദിവസം കടം കൊണ്ട് ഓർഗാനിക് നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് ക്വാളിഫൈ കവർ ചെയ്യാനായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൺവീനിയൻസ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലിമിറ്റേഷൻസ് നിങ്ങൾ തിരിച്ചറിയുക. അതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആക്കിക്കൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ഇത്രയും ദിവസം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് മിസ്ലേനിയസ് ടോപ്പിക്സ് ആണ്. ഇതിനധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണോ എന്ന് ചോദിച്ചാൽ നോക്കണം എന്നും പറഞ്ഞ് ഈ ഒരു ഏരിയാസ് നോക്കാൻ സകല ടൈമും കളയേണ്ട ആവശ്യമില്ല. ഗ്രീൻ കെമിസ്ട്രി, നാനോ കെമിസ്ട്രി, എൻവയോൺമെന്റൽ കെമിസ്ട്രി, അതുപോലെ കെമിസ്ട്രി ഓഫ് അറ്റ്മോസ്ഫിയർ, സുപ്രാമോളിക്കുലാർ കെമിസ്ട്രി. സുപ്രാമോളിക്കുലാർ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്, കാലിക്സ് റെയിൻസിനെ കുറിച്ച്, ക്രൗൺ ഈതേഴ്സിനെ കുറിച്ച്. അപ്പൊ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏരിയാസ് പഠിക്കുമ്പം ഗൂഗിളിൽ MCQs ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഗൂഗിളിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഈ സെക്ഷൻസ് നോക്കുമ്പോൾ അത് നിങ്ങളൊന്ന്
ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ 5 ദിവസം കൊണ്ട് വേണം നമുക്ക് മിസ്ലേനിയസും അനലിറ്റിക്കലും നോക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ മിസ്ലേനിയസ് നോക്കാൻ ഒരു 2 ദിവസം മതി. ഓക്കെ, ബാക്കി 3 ദിവസം നിങ്ങൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലേക്ക് പോവുക. പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കുകളുടെ ബേസിക് പ്രിൻസിപ്പിൾസ് അറിയുക. എന്തെങ്കിലും കാരിയർ ഗ്യാസ് ആയിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതറിയുക. ദെൻ ഡേറ്റ അനാലിസിസിൽ മീൻ കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കുക, മീഡിയം കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കുക, വേരിയൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കുക. ദെൻ എന്താണ് ആക്യുറസി, എന്താണ് പ്രിസിഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഡേറ്റ അനാലിസിസിൽ നിന്ന് നോക്കുക. ഇതിന് ഇത്രയും കൂടെ ഒരു 5 ദിവസമേ നിങ്ങൾ അലോട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ മുന്നിൽ അധിക സമയമില്ല. അപ്പോൾ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഒരു മാരത്തോൺ ആണ് നമ്മളുടെ ഈ ഒരു 2 month സ്റ്റഡി പ്ലാൻ. അപ്പൊ ആ ടൈമിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഈ പോർഷൻസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പോകുക എന്നും പറഞ്ഞ് തോന്നിയ സമയം അവിടെ കളയാൻ നിൽക്കരുത്. കാരണം നമുക്ക് ഇത്രയും കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ പോകരുത്. സോ നമുക്ക് ഈ 15 ഇനോർഗാനിക്കിന്റെ 15, ഫിസിക്കലിന്റെ 15 1 മാസം കഴിഞ്ഞു. ദെൻ ഓർഗാനിക്കിന്റെ 15 45 ദിവസം കഴിഞ്ഞു. ദെൻ മിസ്ലേനിയസ് പ്ലസ് അനലിറ്റിക്കൽ 50 ദിവസം കഴിഞ്ഞു. ഇനി ശേഷം 10 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. 10 ദിവസം നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ പുത്തൻ ടോപ്പിക്കുകളൊന്നും പഠിക്കാനായിട്ട് നിൽക്കരുത്. നേരെ മറിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കാം, സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം, നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം. സെറ്റിനേക്കാൾ ഉപരി കൂടുതലും നിങ്ങൾ നെറ്റ്, ഗേറ്റ് ഒക്കെ പ്രിഫർ ചെയ്യുക. ഈ നെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സെറ്റിന് വരുന്നത്. അപ്പം നെറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകാനായിട്ട്. ക്വസ്റ്റ്യൻസിൽ നിന്ന് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. അത് ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇനോർഗാനിക് 15 ദിവസം വേണ്ട 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ അവിടെ ആ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആ ടൈം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എല്ലാ ഏരിയാസും നോക്കാൻ പോകരുത്. പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട നെയിംഡ് ആയിട്ടുള്ള ടാഫൽ പ്ലോട്ട്, ഹാമറ്റ് പ്ലോട്ട്, ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പറയുന്നത്, മാക്സ്വെൽസ് റിലേഷൻസ്, ഓക്കെ, ക്ലോഷ്യസ്-ക്ലേപ്പൺ റൂള്, ഓക്കെ, സാക്കർ-ടെട്രോഡ് ഇക്വേഷൻസ്, ഇങ്ങനെയൊക്കെ പേര് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ബെറ്റ് ഐസോത്ത്, ലാങ്മർ അഡ്സോർപ്ഷൻ, ഫ്രുൺലിച്ച് ഐസോത്ത്, അപ്പൊ ഇതുപോലെയുള്ള പേര് വരുന്നതൊക്കെ പഠിക്കുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ഒരുപാട് സമയം കളയാൻ നിൽക്കരുത്. കാരണം നമ്മുടെ മുന്നിൽ 2 മാസം സമയമുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെയുള്ള ഒരു ഔട്ടിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 2 മാസത്തേക്ക് തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട്, ഇപ്പം BEd ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഇനി അതിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് ബാക്കി എല്ലാ കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 2 മാസം നിങ്ങൾ ടൈറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നന്നായിട്ട് നടത്തി എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ജോലിയല്ല, നല്ലൊരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ എത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എല്ലാവരും എത്തട്ടെ എന്ന് ടോസ് അക്കാഡമി ആശംസിക്കുന്നു. ടോസ് അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറായ 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓർക്കുക, ക്ലാസുകൾ ഓഗസ്റ്റ് 28 മുതലാണ്. നമ്മളുടെ ഡെമോ ക്ലാസ് ആയിരിക്കും ആദ്യത്തെ 2 ദിവസം. അതിനുശേഷം ഡെമോ എക്സാമിന് ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നമ്മുടെ റെഗുലർ കോച്ചിങ്ങിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. ക്രാഷ് കോഴ്സ് എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. താങ്ക്